നിങ്ങൾ അറിഞ്ഞു കാണും ഒരു വാർത്ത. കാരണം എപ്പോഴും December 6 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ബാബറി മസ്ജിദിന്റെ ഡിമോളിഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലാകമാനം സെക്യൂരിറ്റിയും വലിയ സംഭവമാണ്. നിങ്ങൾക്ക് അറിഞ്ഞു കാണും ഇതിൻ്റെ ആ ഡേറ്റുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാളിൽ അവിടെ ബാബറി മസ്ജിദ്, അതായത് ഡിമോളിഷ് ചെയ്ത ബാബറി മസ്ജിദ് അവിടെ പണിയുന്നു. അപ്പം വലിയ സംഭവമാണോ? അതിനെപ്പറ്റിയുള്ള വാർത്തകൾ വരുന്നു, നാഷണൽ മീഡിയ വാർത്ത ചെയ്യുന്നു, സ്പെഷ്യൽ സ്റ്റോറീസ് ചെയ്യുന്നു. ബംഗാളിൽ മുഴുവൻ ഇതാണ് വാർത്ത. ഇതിന് വാർത്താ പ്രാധാന്യം ഉണ്ടോ ഇല്ലയോ? എന്നാൽ ഞാൻ പറയുന്നത് ഇതിന് വലിയ വാർത്താ പ്രാധാന്യമുണ്ട്, സെക്യൂരിറ്റി പ്രാധാന്യം ശരിക്കുമുണ്ട്. കാരണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, മുഷീറാബാദ് എന്ന് പറയുന്ന ഈ സ്ഥലം ഇതിൻ്റെ ഏകദേശം 126 കിലോമീറ്റർ ബംഗ്ലാദേശിൻ്റെ ബോർഡർ. നമ്പർ 1, ഇവർ ഈ പണിയാൻ പോകുന്ന, അതായത് ഈ ബാബറി മസ്ജിദിന്റെ തറക്കല്ലിട്ടിരിക്കുന്ന സ്ഥലം ബദ്ഗ്ലാം, അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് ബംഗാളിൽ വരുന്നത്? അതൊരു മുനിസിപ്പാലിറ്റിയാണ്. അവിടുത്തെ പോപ്പുലേഷൻ 78% മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, പ്രത്യേകിച്ച് ഇവർ ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ്. ഇനി അടുത്ത സംഭവം, നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോൾ പല ബംഗാളികളും ജോലി ചെയ്യുന്നവരോട് നിങ്ങൾ ചോദിക്കുമ്പോഴേ അവർ പറയുന്ന മുഷീറാബാദ് എന്ന്, അല്ലെങ്കിൽ ഹൗറ പറയാം, അധികം പറയുന്ന മുഷീറാബാദ് അവിടുന്ന് വന്നവരാണെന്നാണ് പറയുന്നത്. ഈ മുഷീറാബാദ് എന്ന് പറയുന്ന ബംഗാളികളും മുഴുവനും ബംഗ്ലാദേശികളാണ്, അല്ലാതെ ഇന്ത്യൻ ബംഗാളികളല്ല. ഇനി ഞാൻ ഈ മുഷീറാബാദ് ഡിസ്ട്രിക്റ്റിനെ പറ്റി പറയാം. നിങ്ങളിത് കേട്ട് കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എത്രയാണ് ഇതിൻ്റെ സീരിയസ്നെസ് എന്ന് പറയുന്ന സംഭവം. അതായത് ആഫ്റ്റർ ഓപ്പറേഷൻ സിന്ദൂർ, അതിനുശേഷം പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ടുള്ള ഉണ്ടായ അടുപ്പം, ജിയോ പൊളിറ്റിക്സിൽ വന്ന വ്യതിയാനങ്ങൾ, 10ഓളം പ്രാവശ്യം പാകിസ്ഥാനി ആർമി ജനറൽമാരും സീനിയർ ഓഫീഷ്യൽസും ബംഗ്ലാദേശിൽ പോകുന്നു. ഇന്ത്യയുടെ ബോർഡറിൽ ഉണ്ടായിട്ടുള്ള സൈനികപരമായ നീക്കം, ബംഗ്ലാദേശിൻ്റെ ഇന്ത്യയുടെ ബോർഡറിൽ അവിടുന്ന് ഉണ്ടാക്കി വന്ന പുതിയൊരു സംഭവം. ഇത് ഈ പറയുന്ന ഈ ബാബറി മസ്ജിദിൻ്റെ 30 വർഷമായി ഇതിൻ്റെ കംപ്ലീറ്റ് സെറ്റിൽഡായി. അവിടെ അമ്പലവും പണിതു, ഇപ്പുറത്തായിട്ട് അവർക്ക് മോസ്ക് പണിയാൻ സ്ഥലം കൊടുത്തിട്ടാണ് അതിന് പണിയും നടക്കുന്നു. പെട്ടെന്ന് ഇത് കയറി വരാൻ കാരണം എന്താ? അതിലോട്ടാണ് ചോദ്യം പോകുന്നത്. എന്താണ് ഈ പെട്ടെന്ന് ഈ സംഭവം? അതായത് കഴിഞ്ഞ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം കൊണ്ടാണ് പെട്ടെന്ന് ഈ സംഭവം കയറി വരികയും അതിനുശേഷമാണ്, അതായത് കഴിഞ്ഞ 1 മാസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവനും, അതായത് ഈ മുസ്ലിങ്ങളായിട്ടുള്ള ബംഗാളികൾ, അതായത് നമ്മുടെ വെസ്റ്റ് ബംഗാളിലുള്ള അതിൻ്റെ സോഷ്യൽ മീഡിയയിൽ, അവിടുത്തെ പൊളിറ്റിക്കൽ സർക്കിളിലും മുഴുവനും, വാട്സപ്പിലും മറ്റുള്ളിടത്തെല്ലാം ഈ പറയുന്ന പുതിയ ബാബറി മസ്ജിദ് പണിയുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായി. അത് ഈ പറയുന്ന മമതാ സർക്കാർ കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഇഗ്നോർ ചെയ്തു. പിന്നീട് മനസ്സിലാക്കണം, ഒക്ടോബറിലാണ് SIR, അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ഡിലീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതോടുകൂടി ഇതിന് കയറി അങ്ങ് ചൂട് പിടിച്ച് അവിടെയുള്ള പല ഇല്ലീഗലാണ് ഈ മുഴുവനും വലിയൊരു ശതമാനം അവിടെ താമസിക്കുന്നത്. അവരവിടുന്ന് പതുക്കെ കുറച്ച് പേര് മറ്റുള്ളവർക്ക് അവിടെ താമസിക്കുന്നത്. ഇതിനിടയ്ക്ക് ഈ ബംഗ്ലാദേശിലുണ്ടായ സംഭവം, ഷെയ്ഖ് ഹസീന വന്ന ശേഷം ഇവിടെ യൂനിസ് ഖാൻ അവിടെ വന്ന് അയാൾ ചാർജ് എടുത്ത ശേഷം അവിടെ നിരോധിച്ചിരുന്ന 4ഓളം റാഡിക്കൽ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ, അതായത് ബോർഡറായിട്ട് മുഷീറാബാദിൻ്റെ ബോർഡറിലുള്ള ബംഗ്ലാദേശിൻ്റെ ആ ഭാഗത്ത് അവരുടെ ഏറ്റവും തലതൊട്ടപ്പൻ, അതായത് അവർക്ക് അഡ്വൈസ് ഒക്കെ ചെയ്യുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ്, അവരുടെ ഉൾപ്പെടെ ബാൻ എടുത്ത് കളഞ്ഞു. മനസ്സിലായിക്കോണേ എവിടുന്ന് എങ്ങനെയാണ് അത് ആക്ടിവേറ്റ് ചെയ്തതെന്ന്. എന്നിട്ട് നമുക്ക് മുഷീറാബാദിലോട്ട് വരാം. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ചിന്തിക്കണം. 2025 അവിടെ പൂജ, അതായത് കാളി പൂജ, ബംഗാളികളുടെ ഏറ്റവും വലിയ പൂജയാണ്. അപ്പം അവിടെ കാളി പൂജ നടത്തി അവിടെ ഒരു ഹിന്ദു രീതിയിലുള്ള പ്രദക്ഷിണ അവിടെ അമ്പലത്തിലെ ഡയറ്റിയുമായിട്ട് നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ലോക്കലായിട്ട് അടിയുണ്ടായി, വർഗീയ ലഹളയായി.
നിങ്ങൾ മനസ്സിലാക്കണം, അവിടുത്തെ ഒരു വില്ലേജിൽ നിന്ന് 400ഓളം ഹിന്ദു ഫാമിലിയെ അവിടുന്ന് ഓടിച്ചു. 400 പേരല്ല, 400ഓളം ഹിന്ദു ഫാമിലി. ഇതൊക്കെ നിങ്ങൾക്ക് വാർത്തകൾ ഓരോന്നായിട്ട് നിങ്ങൾ വായിച്ചോണം. ഇതിൻ്റെ അകത്തെല്ലാം ഈ നിങ്ങൾ ഗൂഗിളിൽ തപ്പുവാണെങ്കിൽ ഓരോ സംഭവങ്ങളുണ്ട്, വായിച്ചോണം. എന്നിട്ട് അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യാനോ തിരിച്ചവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനോ മമതാ സർക്കാർ തയ്യാറായില്ല. കാരണം എന്താ? മുഷീറാബാദ് ജില്ലയിൽ ആകെ 22 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണുള്ളത്. അതിനകത്ത് 18 ഈ TMCയുടെ കയ്യിൽ. പിന്നെ ഒരു ജയിച്ചേക്കുന്നത് ഒരു കോൺഗ്രസും 2 കോൺഗ്രസ്സുകാരും പിന്നെ ഒരു CPM. അതായത് 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ അക്കൗണ്ടിങ് നോക്കിയാണ്. ഇത് ബഹുഭൂരിപക്ഷവും, അതായത് അതിനകത്ത് 18ഉം 19 22 18ഉം 19ഉം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അത് പ്രത്യേകിച്ച് TMC പാർട്ടിക്കാരാണ്. ഈ TMC പാർട്ടി അവിടെയുള്ള 2ഓളം മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഉണ്ട് ഈ മുഷീറാബാദിൽ. അവർ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ഇതിനകത്ത് നോൺ മുസ്ലിം എന്ന് പറയുന്നത് ഈ ദളിത് കമ്മ്യൂണിറ്റിയിൽ ജയിച്ചവർ മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. കാരണം അത്രമാത്രം ഭൂരിപക്ഷമാണ്. ഇപ്പം ഗവൺമെന്റ് സർവേക്കകത്ത് 68% മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുമ്പോഴും അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും പറഞ്ഞ് 75-നും 80-നും അടുപ്പിച്ച് അവിടെ ബംഗ്ലാദേശിൽ നിന്നുള്ള വന്ന മുസ്ലിങ്ങൾ അവർ പറയുന്ന ആധാർ കാർഡും വോട്ടേഴ്സ് കാർഡും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് അത്രയും ഭൂരിപക്ഷമുണ്ട്. ഇവിടെ നേരത്തെ പ്രശ്നമുണ്ടായി. മുഷീറാബാദ് ജില്ല അതായത് കംപ്ലീറ്റ് ആയിട്ട് ബംഗ്ലാദേശിൽ ലയിക്കണം. ഇനി അടുത്തൊരു തമാശ നിങ്ങൾ കേട്ടോണം. മുഷീറാബാദിൻ്റെ 67ഓളം കിലോമീറ്റർ അതായത് ബോർഡർ, അതും അതിനകത്ത് ഫെൻസിങ് ഇടാൻ പറ്റിയിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കൽക്കട്ട ഹൈക്കോർട്ട് ഇടപെട്ടിട്ട് പോലും ഈ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല. അവിടെ ആൾക്കാർ, ലോക്കൽ ആൾക്കാർ, അപ്പുറത്തുള്ള ബംഗ്ലാദേശികൾ സമ്മതിക്കത്തില്ല ഇടാൻ. ഇട്ട് കഴിഞ്ഞാൽ അവർ അടിച്ച് ഊരക്കളയും. അതായത് ഇന്ത്യയിലുള്ള മുഷീറാബാദിൽ നിന്ന് ബംഗ്ലാദേശിൽ പോകുന്നു, അവിടുന്ന് തിരിച്ചു വരുന്നു. ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടി. അതിൻ്റെ പേരിൽ മുഷീറാബാദ് തന്നെ ഒരു റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഒരു കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, ഈ മുഷീറാബാദിൻ്റെ അകത്ത് കടന്നു പോകുന്നൊരു ലൈനുണ്ട് നോർത്തേൺ ബംഗാളിലോട്ട്, അതായത് സിലിഗുഡിലോട്ട് പോകുന്ന നാഷണൽ ഹൈവേ 12. ഈ നാഷണൽ ഹൈവേ 12 അതുവഴി പോയി കണക്ട് ചെയ്യുന്നത് എൻ്റയർ വലിയൊരു ഭാഗം നോർത്ത് ഈസ്റ്റിനെ. അതായത് ജൽപായ്ഗുഡിയിൽ നിന്ന് സിക്കിമിലോട്ട് പോകുന്നു, അപ്പുറത്ത് ഇങ്ങോട്ട് പോകുന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു. ഈ റോഡാണ് പോകുന്നത്. പിന്നെ ഒന്ന് ആസാമിലോട്ട് പോകുന്നു. മെയിൻ നാഷണൽ ഹൈവേ ആണ്, പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നാഷണൽ ഹൈവേ ആണ്. ഈ നാഷണൽ ഹൈവേയുടെ ഏകദേശം 28 കിലോമീറ്റർ ശ്രദ്ധിച്ചോണം. അവിടെയാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ ഈ സംഭവമായ 78% മുസ്ലിങ്ങളുള്ള ഈ ബാബറി മസ്ജിദ് അവിടെ പണിയുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അത് തൊട്ട് ഈ നാഷണൽ ഹൈവേയുടെ തൊട്ടപ്പുറത്ത് അത് നമുക്ക് കാണാം, അത് ബംഗ്ലാദേശ് ബോർഡറാണ്. ഇതാണ് ഇത് മോസ്റ്റ് സെൻസിറ്റീവ് ഏരിയ എന്ന് എല്ലാവരും പറയുന്നത്. അപ്പം അവിടെ ആക്ടിവിറ്റീസും ഈ പറയുന്ന ആൻറ്റി ഇന്ത്യൻ ആക്ടിവിറ്റീസും സുലഭമായിട്ട് നടക്കുന്നുണ്ട്. ഈ പറയുന്ന സംഘപരിവാറിനെ കൊണ്ടൊരു ബുദ്ധോടെ ചെയ്യാൻ പറ്റത്തില്ല. അവിടെയുള്ള ഹിന്ദുക്കളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ സംഘപരിവാറിനെ കൊണ്ട് കഴിഞ്ഞു. കഴിഞ്ഞ്. കാരണം എനിക്ക് ബംഗാൾ ഒരു നല്ലപോലെ അറിയാം. കാരണം അവരെ നമ്മൾ അടുപ്പിക്കത്തില്ല. ഒരു മിനി ബംഗ്ലാദേശും മിനി പാകിസ്ഥാനും തന്നെയാണ് ഈ മുഷീറാബാദ്. അവിടെ ഒരൊറ്റയാളെ ഹിന്ദുക്കളെ ഒരാളെ തൊടാൻ സമ്മതിക്കത്തില്ല. കാരണം അവർക്ക് അവിടെ വോയിസ് ഇല്ല. MLA അവരുടെ മുനിസിപ്പാലിറ്റി അവരാണ് ഇതൊരു മോസ്ക് പണിയാൻ വേണ്ടി പെർമിഷൻ കൊടുക്കേണ്ടത്. കാരണം മുനിസിപ്പാലിറ്റിയാണ് ബദലാം എന്ന് പറയുന്ന സ്ഥലം. എന്നിട്ട് അവിടെയും കൂടുതലും മുസ്ലിങ്ങളാണ്. ഈ TMC ആണ്. അവരതിന് പെർമിഷൻ കൊടുത്തു. അവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ ആരാണ്? ഇത് ഏറ്റവും കൂടുതൽ ഈ കമ്മ്യൂണിറ്റി എന്നുള്ള ബംഗ്ലാദേശിൽ നിന്ന് അവിടെ വന്ന ആൾക്കാരാണ്. അവിടെ ജനിച്ച് വളർന്നവരാണ്. അവിടുത്തെ പോലീസും അവിടുത്തെ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും അവിടെ എല്ലാ സംഭവം അവർ പെർമിഷനും കൊടുത്തു. ഇനി എന്ത് കുന്തം ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ പിച്ചെന്ന് പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന് കിട്ടിയിരിക്കുന്നൊരു വലിയ എഡ്ജുണ്ട്. അതേപോലെ തന്നെ ബംഗ്ലാദേശിനുണ്ടായ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി അതിൽ കിട്ടിയിരിക്കുന്ന എഡ്ജുണ്ട്. അതാണ് ഈ പറയുന്നത് പാകിസ്ഥാൻകാർ പറയുന്നത് 2 ഫ്രണ്ട് വാർ ആയിരിക്കും നടക്കുന്നത്. ഒന്ന് പാകിസ്ഥാനും ഒന്ന് ഇപ്പുറത്ത് ബംഗ്ലാദേശും.
അതാണ് ബംഗ്ലാദേശിൻ്റെ ബോർഡർ എന്ന് പറയുന്നത്. ഈ വെസ്റ്റ് ബംഗാളുമായിട്ട് ചേർക്കുമ്പോൾ ഹ്യൂജ് ബോർഡറാണ്, എത്രയോ കിലോമീറ്റർ ആൻഡ് കിലോമീറ്റർ. ഇവിടെ ഒന്ന് ഞാൻ ഈ പറയുന്ന 28-30 കിലോമീറ്റർ ടച്ചിൽ, അതായത് നമ്മൾ ഈ മുഷീറാബാദിൽ ബദ്ഗ്ലാം എന്ന് പറയുന്ന ഈ ബാബറി മസ്ജിദ് മോസ്ക് പണിയേണ്ട ഈ സ്ഥലത്ത് ഒരൊറ്റ ഒരു ഹിന്ദുക്കളെ താമസിക്കാൻ സമ്മതിക്കുന്നില്ല. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദളിത്സ് ആയിട്ടുള്ള ഹിന്ദുക്കളെ പോലും താമസിക്കാൻ സമ്മതിക്കത്തില്ല. ഇതാണ് അവിടുത്തെ സ്ഥിതി. ഇത് ഉറപ്പായിട്ടും ഇത് മമതാ ബാനർജി അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ മോസ്കിൻ്റെ പരിപാടി അതും ഇതുമൊക്കെ. കാരണം മമതാ ബാനർജിയുടെ പാർട്ടിയുടെ MLA ആണ് ഇയാൾ. ഇതിൻ്റെ പേരിൽ അയാളെ അവിടുന്ന് സസ്പെൻഡ് ചെയ്തു. ഏകദേശം 2.5 ലക്ഷം പേരാണ് ഇതിൻ്റെ സ്റ്റോൺ, അതായത് ഫൗണ്ടേഷൻ സെറിമണി എന്ന് പറഞ്ഞ് അവിടുത്തെ ആൾക്കാരെങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? ഏകദേശം 3000-ഓളം CRPFകാർ അപ്പുറത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഇഷ്യൂ ആയിട്ട് ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യേ മറ്റുള്ള പാരാമിലിറ്ററി ഉണ്ട്. പക്ഷെ ലോക്കൽ പബ്ലിക് എല്ലാം ഒരു കമ്മ്യൂണിറ്റിയുടെ കയ്യിലാണ്. അവരെന്തും അവിടെ ചെയ്യും. കാരണം അപ്പുറത്ത് ചെയ്തു കഴിഞ്ഞാൽ അപ്പുറത്ത് എങ്ങനെ ബംഗ്ലാദേശാണ്, ഇവർക്ക് ഈസി ആയിട്ട് അപ്പുറത്തോട്ട് നടന്നു പോകാം, വേലിയില്ല. കാരണം ഗംഗാ റിവറിൻ്റെ ഒരു ട്രിബ്യൂട്ടറി ഉണ്ട്, അതുമായിട്ട് കന്നിപ്പിച്ച് കിടക്കുവാണ് ഈ ഏറിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ മാപ്പ് നിങ്ങളെടുത്ത് നോക്കിയാൽ മനസ്സിലായി. അതായത് ഞാൻ ഈ പറയാൻ പോകുന്നത് ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. അതായത് പലയിടത്തും കിടന്ന് സംഘപരിവാർ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു, ഹിന്ദു ഖത്രാമേ ഓ ഖത്രാമേ. പക്ഷെ ശരിക്കും ഈ മുഷീറാബാദിൽ പോയി കഴിഞ്ഞാൽ, കാരണം ഞാൻ അവിടെ പോയിട്ടുണ്ട്, അത് അവിടെ ഈ പറയുന്ന ഹിന്ദുക്കൾക്ക് മനസ്സിലാകുക, ഹിന്ദു മെജോറിറ്റി ഉള്ള രാജ്യമാണ്. അവിടെ ഹിന്ദുക്കൾക്ക് അവരുടെ ഒരു അമ്പലത്തിൽ പ്രോപ്പറായിട്ട് ഇവരുടെ കമ്മ്യൂണിറ്റി ഉള്ളിടത്ത് അവർ അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല, അമ്പലത്തിൽ പാട്ട് വെക്കാൻ പറ്റത്തില്ല. ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ഇത് ഇന്ത്യയിലാണ് സംഭവിക്കുന്നത്. ഇതിനെപ്പറ്റി ആർക്കും ഒന്നും മിണ്ടണ്ട. ഇതാണ് വിരോധാഭാസം എന്ന് പറയുന്നത്. അതായത് ഞാനീ പറയുന്ന കുറ്റപ്പെടുത്തുമല്ല, ഇത് വളരെ നാളുകൾ കൊണ്ട് ഉണ്ടായൊരു സംഭവം, ഇപ്പോഴൊന്നും ഉണ്ടായതല്ല. ഇപ്പോഴീ പറയുന്ന ബംഗ്ലാദേശ് നമുക്കെതിരായി, ഷെയ്ഖ് ഹസീനയുടെ മാറ്റോടുകൂടി കൂടുതലെതിരായി. അവിടെയുള്ള മുസ്ലിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഈ മുഷീറാബാദിലും ഈ ഭാഗത്തുള്ള മുസ്ലിങ്ങളെല്ലാം ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ്. SIR വന്ന് പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോൾ ഇവർ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, SIR നിർത്തണം, റിവിഷൻ നിർത്തണം. നിർത്തിയില്ലെങ്കിൽ ഇവർ പ്രശ്നമുണ്ടാക്കും. ഇതാണ് അവിടുത്തെ സ്ഥിതി. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ നാഷണൽ ഹൈവേ ഇവർ തടഞ്ഞു കഴിഞ്ഞാൽ, കാരണം തടയാൻ പറ്റും, നേരത്തെ തടഞ്ഞിട്ടുണ്ട്. ഈ തടഞ്ഞു കഴിഞ്ഞാൽ റീ ഓപ്പൺ ചെയ്യാൻ പാടാം. അങ്ങനെ ഒരു സ്റ്ററയനായത്. കാരണം ഈ പറയുന്ന പോലെ സിമ്പിളല്ല. അപ്പം അവിടെ ഈ സെൻസിറ്റീവായിട്ടുള്ള ഏരിയയിൽ പ്രോപ്പറായിട്ട് ഗവൺമെൻറ് ഫെയിലിയറായി കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന അവർക്ക് എല്ലാ രീതിയിലും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണിത്. കാരണം ഭൂരിപക്ഷം ബംഗ്ലാദേശിൻ്റെ ബോർഡർ, ഇതൊരു നാളെ ഒരു ഇൻ്റർനാഷണൽ ഇഷ്യൂ ആകും. ഈ ആൾക്കാർക്ക് വരികയും പോവുകയൊക്കെ ചെയ്യാം. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ ഫെയിലിയർ തന്നെയാണ് ഇതേപോലെയുള്ള ഇത്രയും പേര് കൂടിയിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്താ ഉണ്ടാകുന്നത്? ഇപ്പം നിങ്ങൾ കണ്ടു കാണും, ഹൈദരാബാദിലും ബാബറി മസ്ജിദിൻ്റെ രീതിയിലുള്ള സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് വേറൊരാൾ. അപ്പം ഇതിനെ ബംഗാളിൽ പ്രതികരിച്ചുകൊണ്ട് അവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി വേറെ സ്ഥലത്ത് വളരെ ദൂരെ മാറി. ഇതിന് മുഷീറാബാദിൽ നിന്ന് അവർക്ക് ചെയ്യാൻ അതിനുള്ള ധൈര്യമൊന്നും അവിടെ ഇല്ല. വേറെ എവിടെയോ മാറിയിട്ട് കൽക്കട്ടയിൽ 5 ലക്ഷം ഹിന്ദുക്കളെ അവരെ കമ്മ്യൂണിറ്റി ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഗീത റെസിറ്റേഷൻ, അതായത് ഗീത പാരായണം പരിപാടികൾ. ഇതാണോ ഇതിനൊരു പോംവഴി? ഇത് സെക്യൂരിറ്റി ഇഷ്യൂ ആണ്, ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി ഇഷ്യൂ ആണ്, നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. ഇതേപോലെയുള്ള സംഭവം അവിടുത്തെ ജനപ്രതിനിധികളും പ്രത്യേകിച്ച് TMC, ഈ പറയുന്ന MLA നേരത്തെ BJPയിലായിരുന്നു, MLA ആയിരുന്നില്ല, BJP പാർട്ടി, പിന്നെ TMC അത് രാജിവെച്ച് TMC വന്നിട്ടാണ് അയാൾ MLA ആകുന്നത്. ഈ സംഭവങ്ങളിലെല്ലാം ഇവിടുത്തെ ഇന്ത്യ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്കും ഈ ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് മമതാ ഗവൺമെൻറ് ചെയ്യുന്ന ഓരോ വിട്ടുവീഴ്ചകളിലുണ്ടാകുന്ന സംഭവമാണ്. ഇത് ഓരോന്നായിട്ട് സീരിയസ് ആയിട്ട് വേഴ്സ് കണ്ടീഷനിൽ പോകുന്നത്. ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും പിടിച്ചാൽ കിട്ടാത്ത സംഭവമാണ്. ഈ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബംഗ്ലാദേശികൾ വരികയും പോവുകയും, അതേപോലെ തന്നെ ഇത് മദ്രസകൾ, റാഡിക്കൽ ഇസ്ലാമിൻ്റെ 3ഓളം വലിയ ഗ്രൂപ്പുകൾ 2, 4, 5 പ്രാവശ്യം ടെറർ അറ്റാക്ക് ഉണ്ടായ സ്ഥലമാണ്. ഈ ടെറർ അറ്റാക്ക് അവിടെ ഉണ്ടാകുമ്പോഴെല്ലാം
അവിടെയുള്ള ഹിന്ദുക്കൾ പാലായനം ചെയ്തു പോവുക. അതെങ്ങനെയാണെന്ന് പോലും അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പോലും കേന്ദ്രമാണെങ്കിലും സ്റ്റേറ്റിന് പോലും ഒരു താല്പര്യമില്ല. ആ ഒരു രീതിയായിട്ടാണ് ബംഗ്ലാദേശിൻ്റെ ഇന്ത്യയുടെയും ബോർഡറിൽ ഈ മുഷീറാബാദ്, അതായത് ഞാൻ വീണ്ടും പറയുന്നു, മോസ്റ്റ് സെൻസിറ്റീവ് പ്ലേസ് ആണ് ഈ മുഷീറാബാദ്. ചെറിയ സെൻസിറ്റീവ് ഒന്നുമല്ല. ആ രീതിയിലാണ് അവിടെ റാഡിക്കൽ ഇസ്ലാം ആണെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള ബംഗ്ലാദേശികളുടെ വലിയൊരു മൂവ്മെൻറ്റ് നടക്കുന്നൊരു സ്ഥലമാണ്. അതിനിപ്പോഴും അവർക്ക് കിട്ടിയിരിക്കുന്ന പാകിസ്ഥാൻ്റെ എല്ലാ വിധത്തിലും പിന്തുണയും നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 10 വർഷം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൗണ്ടർഫിറ്റ് കറൻസി, അതായത് കള്ളപ്പണം, അതായത് കള്ള നോട്ടുകൾ ഏറ്റവും കൂടുതൽ ഒഴുകി വന്നത് ഈ വെസ്റ്റ് ബംഗാളിൽ വന്ന ഈ മുഷീറാബാദ് റൂട്ടാണ്. ഇതൊക്കെ ഞാനിത് പറയുമ്പോൾ ഇന്ത്യയുടെ കീ സെക്യൂരിറ്റി ആസ്പെക്ട്സ് ആണ് പറയുന്നത്. അല്ലാതെ അവിടെ ഒരു ബാബറി മസ്ജിദ്, ഒരു പള്ളി വന്നുകൊണ്ട് ആർക്കും ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഉണ്ടാകാൻ പോകുന്ന ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ ബംഗ്ലാദേശി ഗവൺമെൻറ്റും അവിടുത്തെ റാഡിക്കൽ ഇസ്ലാമായ ഗ്രൂപ്പും, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. അതിനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പാകിസ്ഥാൻ 2 ഫ്രണ്ട് തുറക്കണം ഇന്ത്യക്കെതിരെ എന്ന് പറഞ്ഞു കിടക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഭാഗത്ത് ചൈനയുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞത്. നമ്മുടെ അയൽവാസികൾ നമ്മുടെ ശത്രുക്കളായി മാറി. ഇതിനെയാണ് നമ്മൾ ഡീല് ചെയ്യേണ്ടത്. ഇത് ഡീല് ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ മനസ്സിലാക്കുക, ഇന്ത്യയിലാകമാനം ഇത് പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് ഈ മുഷീറാബാദിൽ ബാബറി മസ്ജിദ് പണിയുന്നതും അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കകത്ത് അവർക്കുണ്ടായിരിക്കുന്ന ചെറിയ ഭയം വലിയൊരു ഭയമാക്കി മാറ്റി തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ അതെങ്ങനെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടാക്കിൾ ചെയ്യുന്നത്, അതിനെ തുടർന്നായിരിക്കും ഫർദർ ഏതൊക്കെ മൂവ്മെൻ്റ് ഉണ്ട്. അതായത് ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ കഴിയും. കാരണം ഇത് ടാക്കിൾ ചെയ്യാൻ വലിയ പ്രയാസമാണ്, പ്രത്യേകിച്ച് മുഷീറാബാദ് എന്ന് പറഞ്ഞ ഈ ഡിസ്ട്രിക്റ്റിലെ ഇഷ്യൂ. കാരണം ഇന്ന് വരെ ഒരു ഗവൺമെൻറ്റും ടാക്കിൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നവർക്ക് പരസ്യമായിട്ട്, കാരണം ഷെയ്ഖ് ഹസീന മാറിയിട്ട് അവിടെ ഇരിക്കുന്ന യൂനിസ്ക പരസ്യമായിട്ട് അവർക്ക് പിന്തുണയും റാഡിക്കൽ ഇസ്ലാമിൻ്റെ എല്ലാ രീതിയിലുള്ള പിന്തുണയും വന്നു കഴിയുമ്പം ഇത് ഉറപ്പായിട്ടും ഇന്ത്യക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഇന്ത്യയുടെ നാഷണൽ ഹൈവേ 12 കടന്നു പോകുന്ന ഏകദേശം 124 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ കൂടിയാണ്. അതായത് കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സെൻസിറ്റിവിറ്റി ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് കഴിയുമ്പം ഇതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്, ഇതിനെ അനുബന്ധിച്ചായിരിക്കും മുന്നോട്ടുള്ള പോക്ക്.